അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലെ എഴുത്തുകാരും അവരുടെ അപരനാമങ്ങളുമാണ്. അപ്പോൾ കോഡ് വഴി നമുക്ക് ഈ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ എഴുത്തുകാരും തൂലികാ നാമങ്ങളും കോഡ് വഴി നമ്മൾ മുൻപ് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എഴുത്തുകാരും അപരനാമങ്ങളും ഇന്ന് നമുക്ക് കോഡിലൂടെ പഠിച്ചു പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരള വാൽമീകി എന്നതിൽ നിന്ന് നമുക്ക് വാൽമാക്രി എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കേരള വാൽമീകി എന്നതിൽ നിന്ന് വാൽമാക്രി എന്ന് കണക്ട് ചെയ്തു. അപ്പോൾ വാൽമാക്രി എവിടെ ഉണ്ടാവുക? വെള്ളത്തിലാണല്ലേ. അപ്പോൾ വെള്ളം എന്നതിൽ നിന്ന് വള്ളത്തോൾ നാരായണ മേനോൻ കണക്ട് ചെയ്യാലോ. അപ്പോൾ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ വാൽമീകി എന്നതിനെ നമ്മൾ എന്താക്കിയെടുത്തു? വാൽമാക്രി എന്ന് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ വാൽമാക്രി എവിടെ ഉണ്ടാവുക? വെള്ളത്തിലാണ്. വെള്ളം എന്നതിൽ നിന്ന് വള്ളത്തോൾ കണക്ട് ചെയ്തൂടെ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരള കാളിദാസൻ എന്നതിലെ കാളി എടുത്താൽ മതി. അപ്പോൾ കാളി അല്ലേ, ഒരു ഗോഡിൻ്റെ പേരാണല്ലോ കാളി. അപ്പോൾ ദൈവങ്ങൾ എവിടെയാണ് ഇരിക്കുക? കോവിലിലാണ് അല്ലേ. കോവിലിനകത്താണല്ലോ ദൈവങ്ങൾ ഇരിക്കുക. അപ്പോൾ കോവിൽ എന്നതിൽ നിന്ന് കോയി തമ്പുരാൻ കണക്ട് ചെയ്യാലോ. അപ്പോൾ കേരള കാളിദാസൻ എന്ന് പറയുമ്പോൾ കാളി എന്നത് ഒരു ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ ദൈവങ്ങൾ ഇരിക്കുന്നത് കോവിലിനകത്താണ് അല്ലേ. അപ്പോൾ കോവിൽ എന്നതിൽ നിന്ന് കോയി തമ്പുരാൻ കണക്ട് ചെയ്തൂടെ. അപ്പോൾ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? മാത്സിൽ നമ്മൾ വ്യാസം എന്ന് പറയും അല്ലേ. മാത്സിൽ നമ്മൾ വ്യാസം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എന്തിൻ്റെ വ്യാസമാണ് എടുക്കുന്നത്? ഒരു കുഞ്ഞിക്കുട്ടയുടെ വ്യാസമാണ് കേട്ടോ. കുഞ്ഞിക്കുട്ടയുടെ വ്യാസമാണ്. അപ്പോൾ കുഞ്ഞിക്കുട്ട എന്നതിൽ നിന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കണക്ട് ചെയ്തൂടെ. അപ്പോൾ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പോൾ വ്യാസം എന്ന് കണക്ട് ചെയ്തു അല്ലേ. വ്യാസം നമ്മൾ എന്തിൻ്റെ വ്യാസമാണ് എടുക്കുന്നത്? ഒരു കുഞ്ഞിക്കുട്ടയുടെ വ്യാസമാണ്. അപ്പോൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കേരള വ്യാസൻ. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അപ്പോൾ നമുക്കിവിടെ ഫ്യൂസ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തൂടെ. ഫ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണല്ലോ. വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കൂലേ. അപ്പോൾ ഇവിടെ എന്തിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്? പുഴയിലെ വെള്ളത്തിൽ നിന്നാണ് കേട്ടോ. പുഴയിലെ വെള്ളത്തിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഇലക്ട്രിസിറ്റിയുമായി കണക്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എവിടെ നിന്നുള്ള വെള്ളമാണ് എടുക്കുന്നത്? പുഴയിലെ വെള്ളമാണ്. അപ്പോൾ പുഴ എന്നതിൽ നിന്ന് ചങ്ങമ്പുഴ കണക്ട് ചെയ്യാലോ. അപ്പോൾ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പോൾ നമുക്കിവിടെ തുളസി എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തുളസിക്ക് വെള്ളം എടുക്കുന്നത് എവിടെ നിന്നാണ്? കുളത്തിൽ നിന്നാണ് എന്ന് കണക്ട് ചെയ്താൽ മതി. തുളസിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് എവിടുന്നാണ് വെള്ളം എടുക്കുന്നത്? കുളത്തിൽ നിന്നാണ്. അപ്പോൾ വെണ്ണിക്കുളം കണക്ട് ചെയ്തൂടെ. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. അപ്പോൾ നമുക്ക് സ്കോട്ട് എന്നതിൽ നിന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ് കണക്ട് ചെയ്യാലോ. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ സ്കോട്ട് എന്നതിൽ നിന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്താണ്? സ്കൗട്ട് ആൻഡ് ഗൈഡിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്താണ്? നമ്മുടെ CV-യിൽ കൊടുക്കാലോ അല്ലേ. നമ്മുടെ CV-യിൽ പിന്നീട് അത് ഉൾപ്പെടുത്താലോ. അപ്പോൾ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നുണ്ട്.
കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് ആരാണ്? എം ടി വാസുദേവൻ നായർ. കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ ഇവിടെ വേ എന്ന് ഉച്ചരിക്കുന്നുണ്ട് അല്ലേ, ഹെമിംഗ് വേ. വേ എന്നാൽ എന്താണ്? വഴി അല്ലേ, വഴി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ എങ്ങോട്ടുള്ള വഴിയാണ്? നാം വസിക്കുന്ന വീട്ടിലോട്ടാണ് എന്നോർത്താൽ മതി കേട്ടോ. വസിക്കുന്ന എന്നതിൽ നിന്ന് വാസുദേവൻ നായർ കണക്ട് ചെയ്യാലോ. അപ്പോൾ കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ്. എങ്ങനെ കണക്ട് ചെയ്തു? വേ എന്നാൽ എന്താണ്? വഴിയാണ്. അപ്പോൾ എങ്ങോട്ടുള്ള വഴിയാണ്? നമ്മൾ വസിക്കുന്ന വീട്ടിലോട്ടാണ് അല്ലേ. വസിക്കുന്ന എന്നതിൽ നിന്ന് വാസുദേവൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ നമുക്ക് ശബ്ദസുന്ദരൻ എന്നതിൽ നിന്ന് സുന്ദരമായ ശബ്ദം എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സുന്ദരമായിട്ടുള്ള ശബ്ദം എവിടെയാണ്? സുന്ദരമായ ശബ്ദം വള്ളത്തിൽ പോകുമ്പോഴാണ് കേട്ടോ. വള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? തോണിയില്ലേ. അപ്പോൾ വള്ളത്തിൽ പോകുമ്പോൾ എന്താണ്? ആ വെള്ളത്തിൻ്റെ സൗണ്ട് വളരെ മനോഹരം സുന്ദരമായിട്ടുള്ള ശബ്ദമാണ് എന്ന് കണക്ട് ചെയ്തൂടെ. ശബ്ദസുന്ദരൻ എന്നതിനെ നമ്മൾ സുന്ദരമായ ശബ്ദം എന്ന് കണക്ട് ചെയ്തു. അപ്പോൾ വള്ളത്തിൽ പോകുമ്പോൾ ഉള്ള ആ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് കണക്ട് ചെയ്താൽ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ എന്തു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? കേരള ടെന്നിസൺ. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ ടെന്നീസ് ഒക്കെ കളിക്കുമ്പോഴും നമ്മൾ എന്താണ്? ഒരു സൗണ്ട് ഉണ്ടാക്കും അല്ലേ. കളിക്കുമ്പോഴെന്താണ്? ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ. അപ്പോൾ ശബ്ദസുന്ദരനും കേരള ടെന്നിസണും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ. നെക്സ്റ്റ്, മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലാമണി അമ്മയാണ്. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. മാതൃത്വം എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മയെ കണക്ട് ചെയ്യാലോ. അപ്പോൾ ഇവിടെ പേരിൻ്റെ അവസാനവും അമ്മ എന്ന് ഉച്ചരിക്കുന്നില്ല. അപ്പം മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറിപ്പാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറിപ്പാണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? ഇവിടെ പുഷ്കിൻ എന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പുഷ്പിക്കുക എന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. പുഷ്പിക്കുക. അപ്പോൾ നമ്മൾ എന്താണ്? ഓരോരുത്തർ ലവ് ലെറ്ററൊക്കെ എഴുതുമ്പോൾ എന്താണ്? അതിൽ വളരെ സാഹിത്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുഷ്പിച്ചൊക്കെ എഴുതും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. കുറിപ്പിനകത്ത് എന്താണ്? പുഷ്പിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ONV കുറിപ്പാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമ കവിയാണ്. അപ്പോൾ കേരള ചോസർ എന്നതിൽ നിന്ന് നമുക്ക് ചോറ് എന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ ചോറിന് കറി എന്താണ്? ചീരയാണ്. ചോറിന് കറി ചീര. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ചീരാമ കവിയാണ്. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ ഇവിടെ മാർക്ക് എന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സാമിലൊക്കെ മാർക്ക് കുറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സാമിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയിട്ട് എന്താണ്? മോങ്ങും എന്നതിൽ നിന്ന് വേങ്ങയിൽ കണക്ട് ചെയ്തൂടെ. മോങ്ങും. മാർക്ക് കുറഞ്ഞാൽ നമ്മൾ മോങ്ങും. അപ്പോൾ മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂറാണ് ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ നമ്മുടെ ശബ്ദം വരുന്നത് എവിടെ നിന്നാണ്? ഉള്ളിൽ നിന്നല്ലേ. ശബ്ദം വരുന്നത് ഉള്ളിൽ നിന്നാണ് എന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ശബ്ദാഢ്യൻ എന്നത് ഉള്ളൂരിൻ്റെ അപരനാമമാണ്. അപ്പോൾ ശബ്ദം വരുന്നത് ഉള്ളിൽ നിന്നാണ് എന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ശബ്ദസുന്ദരനും ശബ്ദാഢ്യനും മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ ശബ്ദാഢ്യൻ എന്ന് പറയുമ്പോൾ ശബ്ദം ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന് കണക്ട് ചെയ്യാം. ആശയഗംഭീരൻ ആരാണ്? കുമാരനാശാനാണ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അപ്പോൾ ആശാൻ്റെ ആശയം എന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ആശാൻ്റെ ആശയം എന്ന് കണക്ട് ചെയ്താൽ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ അപരനാമങ്ങളും കോഡ് വഴിയാണ്. അപ്പോൾ നമ്മുടെ കോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്